നമസ്കാരം. നിയമസഭ ഇന്ന് നിലത്തേക്കിറങ്ങി വന്നു. കൃത്രിമ മഴയ്ക്ക് പകരം പെൺകുരുന്നുകളുടെ കണ്ണീർ മഴയാണ് കേരളത്തിന്റെ പ്രശ്നം എന്ന് കണ്ടുകൊണ്ട് നല്ല കാര്യം. എന്നാൽ പേരിന് മാത്രം പ്രതികരിച്ച് പ്രായശ്ചിത്തം ചെയ്തെന്നേ തോന്നിച്ചുള്ളൂ. അത്രമാത്രം ബലമില്ലാത്തതായിരുന്നു ബാലികാ പീഡനത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയം. പിണറായിക്ക് അതുകൊണ്ട് പണി എളുപ്പമായി. പോലീസ് പറഞ്ഞത് പരമസത്യം എന്ന മട്ടിൽ പറഞ്ഞൊപ്പിച്ചു പിണറായി. പോലീസ് വീഴ്ചയെപ്പറ്റി പറഞ്ഞുകൊണ്ടും പോലീസ് പറയും വഴി പോകല്ലേ എന്ന് പിണറായിയെ തന്നെ ഉപദേശിച്ചുകൊണ്ടും ഇറങ്ങിപ്പോക്ക് നടത്തി ഇടപാട് തീർത്തു പ്രതിപക്ഷവും. സർവം ശുഭമെന്ന് നിയമസഭയ്ക്ക് കരുതാം. പക്ഷെ കേരളത്തിന് മുന്നിൽ വിലപ്പോകില്ല കപടമായ ഈ രക്ഷാദൌത്യം. വാളയാറിൽ വരിഞ്ഞു മുറുക്കും കേരളം ഈ സർക്കാരിനെ. ഹൃതികയും ശരണ്യയും വേട്ടയാടും പിണറായി വിജയനെ. പിഞ്ചു കുഞ്ഞുങ്ങൾ ഗുഹ്യഭാഗത്തെ നീറ്റലുമായി നീറി നടന്നിരുന്നു ഈ നാട്ടിൽ. ഒറ്റമുറി വീടിന്റെ ഉത്തരത്തിൽ ഒറ്റയായിപ്പോയ നേരത്ത് കഴുത്ത് പിടഞ്ഞു മരിച്ചിരുന്നു ഒരു ചേച്ചിയും ഒരനുജത്തിയും ഈ നാട്ടിൽ. അതേപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യഘട്ടത്തിൽ എല്ലാവരും ധരിച്ചുപോലും ആത്മഹത്യയാണെന്ന്. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് അന്ന് നീങ്ങാൻ കഴിയുമായിരുന്നില്ലെന്ന്. 4 അടി ഉയരമുള്ള ഹൃതിക എന്ന കുട്ടി 8 അടി ഉയരമുള്ള ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ ആത്മഹത്യ എന്ന് ആദ്യം ധരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നല്ല നമസ്കാരം. 3.5 അടി ഉയരമുള്ള ശരണ്യ എന്ന കുട്ടി 8 അടി ഉയരമുള്ള ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടാൽ അതും ആത്മഹത്യ എന്ന് ആദ്യം ധരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വീണ്ടും നല്ല നമസ്കാരം. ഇതാണ് പിണറായി. ഇതാണ് പിണറായിയുടെ പോലീസ്. ഈ പിണറായിയും ഈ പിണറായി പോലീസും ഇരകൾക്ക് നീതി നൽകും എന്നതിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? കൊട്ടിയൂരിലും നടക്കുകയാണ് കൊടും ചതിയുടെ കൂട്ടുകച്ചവടം. റോബിനെ കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയിൽ പറഞ്ഞത് പ്രോസിക്യൂട്ടർ. കസ്റ്റഡി അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട സത്യവാങ്മൂലം ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് മലക്കം മറിഞ്ഞതും പ്രോസിക്യൂട്ടർ. റോബിന്റെ കാര്യത്തിൽ ആരുടെ റോളാണ് അപരാധിക്കിന്ന് അനുഗ്രഹമായത്? വാളയാറിലെ വഴിപിഴയ്ക്കലും കൊട്ടിയൂരിലെ കൂട്ടുകച്ചവടവും കേരള സർക്കാരിന്റെ വനിതാ ദിന സമ്മാനമാകുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. വാളയാറിലെ മൂത്ത കുട്ടി പീഡിപ്പിക്കപ്പെട്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പരിഗണിക്കാഞ്ഞത് എന്തുകൊണ്ട്? 2. അമ്മയും അനുജത്തിയും അപരാധിയെ തിരിച്ചറിഞ്ഞിട്ടും അസ്വാഭാവിക മരണമാക്കിയത് ആരെ രക്ഷിക്കാൻ? 3. ഹൃതികയുടെ പീഡനം പുറത്തറിയിക്കാഞ്ഞ പോലീസല്ലേ ശരണ്യയെ കൊന്നതിന്റെ കൂട്ടുത്തരവാദി? 4. റോബിന്റെ കസ്റ്റഡി അപേക്ഷയിൽ അട്ടിമറി നടന്നത് അന്വേഷണ സംഘത്തിന്റെ അവിശുദ്ധ നീക്കമോ? 5. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നീക്കം ഇന്നലെ രാത്രിയുണ്ടായ അടിയന്തര വിചാരമോ? 6. പോലീസിന്റേത് ഗുരുതര പിഴവെന്ന് മേഴ്സിക്കുട്ടിയമ്മയല്ലാതെ ആരേറ്റു പറയും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം.